കണ്ടോ ഇത് നിൽക്കുന്നുണ്ടോ? എൻ്റെ ചുറ്റും ഒരു മരം ഇങ്ങനെ പറന്ന് കിടക്കുക. എന്തെന്നല്ല മനസ്സിലായോ? എത്ര രൂപയ്ക്ക് ഒരു തൈക്ക്? 75 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഭാഗമില്ലേ, നമ്മൾ ഈ മുറിവ് കൊടുക്കുന്ന ഭാഗം, അത് വെള്ളം ഇറങ്ങിയ പ്രശ്നമുണ്ടോ? ഉണ്ട്, പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരാണ് പോയപ്പോഴാണ് ഒരു മാവ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്ക് നിർത്തിയില്ല, ചെയ്യാൻ മാർഗ്ഗമില്ല. 350 ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന ഒരു ബെടാ ഫാമാണ്, സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഫാമാണ്. കൊല്ലം ജില്ലയിലെ അഞ്ചൽ കോട്ടുക്കൽ ഫാമിലെ കൃഷി അസിസ്റ്റന്റ് വിനോദ് സാർ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്കേ നമ്മുടെ ഈ ധാരാളം കർഷകർ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ട്. എങ്കിൽ അവർക്ക് തൈകളൊക്കെ വാങ്ങിച്ചാണ് വെക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ എന്ത് മരമാണ് തിരഞ്ഞെടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന് ഉപയോഗിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞുതരും. തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരു ഉദാഹരണത്തിന് സപ്പോർട്ടയിൽ തന്നെ തുടങ്ങാം. സപ്പോർട്ടിൽ സാധാരണഗതിയിൽ നമുക്ക് മറ്റ് മെത്തേഡുകൾ പ്രായോഗികമല്ല. മറ്റ് മെത്തേഡുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലെയറിങ്ങോ അല്ലെങ്കിൽ ബഡ്ഡിങ്ങോ ഒന്നും പ്രായോഗികമല്ല. ബഡ്ഡിങ് ചെയ്യാമെങ്കിലും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തൈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സപ്പോർട്ടയെ സംബന്ധിച്ച് ഗ്രാഫ്റ്റിംഗ് ആണ്. എന്താണ് ഗ്രാഫ്റ്റിംഗ്? നമുക്ക് ലളിതമായിട്ട് പറയാം. വശം ചേർത്ത് ഒട്ടിക്കൽ എന്നാണ് നമ്മളെ പച്ച മലയാളം. കമ്പുകളുടെ വശങ്ങൾ ചേർത്ത് ഒട്ടിച്ച് ഒരു പുതിയ ചെടിയാക്കി എടുക്കുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ പറഞ്ഞല്ലോ 2 ചെടികളെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അതിൽ 2 ചെടികളായി തിരഞ്ഞെടുക്കുന്നതിൽ ഒന്ന് റൂട്ട് സ്റ്റോക്ക് എന്നും ഒന്നിനെ സയോൺ എന്നും പറയും. സയോൺ അത് 2 വിശദീകരിക്കാം. സപ്പോർട്ടയെ സംബന്ധിച്ച് സപ്പോർട്ടയുടെ കുരു മുളപ്പിച്ച് എടുക്കുന്ന തൈ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സമയത്ത് വളർന്ന് വലിപ്പത്തിൽ ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിർണി എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. അതൊരു കിർണി എന്നാണ് അതിന് പറയുന്നത്. കിർണി എന്ന് പറയുന്ന ഒരു മുള്ളോട് കൂടിയ ഒരു കാട്ടുചെടിയാണ്. ആ ചെടിയാണ് നമ്മൾ സപ്പോർട്ടയുടെ അതേ കുടുംബത്തിൽ വരുന്നതാണ്. അപ്പോൾ കിർണി നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കും. ഇതിൻ്റെ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കും. കിർണി കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഈ പുഴയോരത്തൊക്കെ വളരുന്ന ഇലിപ്പ എന്ന് പറയുന്ന ചെടി അറിയായിരിക്കും, നമ്മുടെ നാടപ്രദേശത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഇലിപ്പയും ഇതേ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇലിപ്പയും ഉപയോഗിക്കാം, സപ്പോർട്ടയുടെ വിത്തും ഉപയോഗിക്കാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ സമയത്ത് വളർന്ന് പെൻസിൽ തിക്നെസ്സിലോട്ട് എത്താത്തതിൻ്റെ പേരിൽ നമ്മൾ സപ്പോർട്ടയുടെ വിത്ത് ഇങ്ങനെ ഉപയോഗിക്കാറില്ല. വേര് പടലത്തിൻ്റെ കാര്യം ആലോചിച്ചാലും ഈ കിർണിയും ഇലിപ്പയും ഒക്കെ നല്ല വേരുപടലുള്ള ചെടികളാണ്. അപ്പോൾ ചെടി നമ്മുടെ മാതൃവൃക്ഷം ത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തൈയും അതുപോലെ വേരുപടലം സ്ട്രോങ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കിട്ടും നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഈ ഇലിപ്പയോ കിർണിയോ ഉപയോഗിച്ചാൽ. പിന്നെ ഇലിപ്പയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. വെള്ളത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ, വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇലിപ്പയായിരിക്കും അനുയോജ്യം. ഇലിപ്പ എന്ന് പറയുന്ന ചെടിയിൽ ഒട്ടിച്ചെടുത്ത സപ്പോർട്ടായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നത് ഈ കിർണിയുടെ വിത്ത് നമ്മൾ തവരണകളിൽ പാകി മുളപ്പിച്ച് ഏകദേശം ഒരു 6-7 ഇലയാകുമ്പോൾ അതിനെ ചെറിയ കവറുകളിലേക്ക്, പ്ലാസ്റ്റിക് കവറുകളിലേക്ക് മാറ്റും. കവറുകളിൽ വളർത്തി ഇത് അങ്ങനെ വളർത്തിയെടുത്തതാണ്. കിർണിയുടെ തൈയാണ്. ഒരു പെൻസിൽ തിക്നെസ് ഉള്ള സമയത്താണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ കിർണിയുടെ നമ്മൾ വിത്ത് മുളപ്പിച്ചു, അതിൽ നിന്ന് നമ്മൾ കവറിലേക്ക് മാറ്റി അതിൽ നിന്ന് നമ്മളൊരു 6-7-8 മാസം വളർത്തുമ്പോൾ നമുക്കൊരു പെൻസിൽ തിക്നെസ് കിട്ടണം. നമ്മളെ പരിചരണം പോലെയും വിത്തിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. ആ പെൻസിൽ തിക്നെസ് കിട്ടിയതിന് ശേഷം നമ്മൾ അതിനെ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് തിരഞ്ഞെടുക്കും. അതിനുശേഷം നമുക്ക് ഉറപ്പുള്ള ഫലം ഈ പറഞ്ഞതുപോലെ 3-4-5 വർഷം നമ്മൾ നട്ട് വളർത്തി ആദായമെടുത്ത് നല്ല ഒരു ഗുണമേന്മയുള്ള ചെടിയാണെന്ന് ഉറപ്പുള്ള ഒരു മാതൃവൃക്ഷം തിരഞ്ഞെടുക്കും. അപ്പോൾ മാതൃവൃക്ഷത്തിൻ്റെ ശരീരത്തിന് നമ്മൾ സയോണെന്നും പറയുന്നു. ഈ പറഞ്ഞ ഇതിൻ്റെ ഭാവിയിൽ ചെടിയുടെ വേരല്ലെങ്കിൽ അതിൻ്റെ മണ്ണിലെ വേരുറപ്പിക്കുന്ന ഭാഗമായിട്ട് മാറുന്ന ചെടി റൂട്ട് സ്റ്റോക്ക് എന്നും പറയുന്നു. ഈ റൂട്ട് സ്റ്റോക്കിലേക്കാണ് നമ്മൾ ആ സയോണിനെ വശം ചേർത്ത് ഒട്ടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിപ്പോ നമ്മൾ എത്ര മാസം പാകമായ? ഇതൊരു 8 മാസത്തോളം ആയ ചെടിയാണ്. 8 മാസമായി. അത്രയും വേണം പെൻസിൽ തിക്നെസ്സിലേക്ക് ആകാനായിട്ട് സമയമെടുക്കും. എല്ലാ ചെടികൾക്കും അത്രയും വേണ്ട. പ്ലാവ്, മാവ് ഇതിലെല്ലാം നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കും. ഈ വശം ചേർത്ത് ഒട്ടിക്കൽ ഉപയോഗിക്കും. അപ്പോൾ പ്ലാവിനെ സംബന്ധിച്ച് നമുക്ക് ഇത്രയും മാസം വേണ്ട. നമുക്ക് 5 മാസത്തിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് 5 മാസം മതി. അത് 4 മാസമോ 5 മാസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മാവാണെങ്കിൽ ഒരു 7 മാസത്തോളം വേണ്ടി വരും. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സാധാരണ ഒരു നഴ്സറി അല്ലെങ്കിൽ ഒരു വ്യാവസായികമായ സംവിധാനത്തിൽ ആലോചിക്കുമ്പോൾ നമുക്ക് ഈ 1-2 വെച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ ചക്കക്കുരു കിട്ടുന്ന സീസണിൽ മാക്സിമം റൂട്ട് സ്റ്റോക്ക് അങ്ങ് ഉൽപ്പാദിപ്പിക്കും. ഇപ്പോൾ ചക്കക്കുരു എല്ലാ സമയം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ സുലഭമായി ചക്കക്കുരു കിട്ടുന്ന സമയത്ത് മാക്സിമം റൂട്ട് സ്റ്റോക്ക് ഉണ്ടാക്കി. പക്ഷേ നമ്മുടെ എത്ര തൊഴിലാളികളുടെ സാഹചര്യവും ചെയ്യാനുള്ള അവസരവും കാലാവസ്ഥയും എല്ലാം അനുയോജ്യമായി വരുമ്പോൾ മാത്രമല്ലേ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 1000-10,000 റൂട്ട് സ്റ്റോക്ക് നട്ട് വളർത്തിയിരിക്കുന്ന ഏരിയയിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് വലുതായ ചെടികളെ തിരഞ്ഞെടുക്കും. ആദ്യം ഒരു ബെഡ് അങ്ങനെ തീർത്ത് ചെയ്യുന്നതല്ല, ഇന്ന് നട്ടത് ഇന്നൊരു ദിവസം ചെയ്യണമെന്നല്ല, അതിൽ സെലക്ട് ചെയ്യും. അതിൽ നിന്ന് കനമുള്ള ചെടികൾ അല്ലെങ്കിൽ പെൻസിൽ തിക്നെസ് ആയ ചെടികളെ സെലക്ട് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കരുത്തുള്ള ചെടികളെ സെലക്ട് ചെയ്ത് അവരാദ്യം
ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പം ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ സപ്പോർട്ടിലാണ് ചെയ്യുന്നത്. കൂടുതലും ഫലവൃക്ഷങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് കൂടുതലും ചെയ്യാൻ പറ്റുന്നത്. എന്താണ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് വളർത്തി പെൻസിൽ തിക്നെസ്സിലേക്ക് എത്തിക്കും. ആദ്യം പറഞ്ഞ റൂട്ട് സ്റ്റോക്ക് നമ്മൾ സയോണും ആദ്യം വിവരിച്ചു. അപ്പോൾ അതിൽ റൂട്ട് സ്റ്റോക്കിനെ വളർത്തി പെൻസിൽ തിക്നെസ്സിലേക്ക് എത്തിക്കുന്നു. അത് സയോണും അതിന് സാമ്യമായ അതിൻ്റെ അതേ വലിപ്പമുള്ള പെൻസിൽ തിക്നെസ്സിനോളം എങ്കിലും മിനിമം ഉള്ള സയോണും തിരഞ്ഞെടുക്കുന്നു. ഇത് രണ്ടും കൂടെ നമ്മൾ വശം ചേർത്ത് ഒട്ടിക്കുന്നതിനെയാണ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് പോലെ തന്നെ മറ്റൊരു പല മെത്തേഡുകളും ഉണ്ട്. ഗ്രാഫ്റ്റിങ്ങിൽ തന്നെ പല മെത്തേഡുകൾ. അപ്പോൾ ആ ചെടിക്കും നമ്മുടെ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിലാണ് ബാക്കിയുള്ള മെത്തേഡുകൾ തിരഞ്ഞെടുക്കുന്നത്. പറയാം. നമുക്കിപ്പോൾ ഈ അപ്രോച്ച് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പോരായ്മ മാതൃവൃക്ഷം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇതുപോലുള്ളൊരു ഈ മാതൃവൃക്ഷം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലത്ത് തന്നെ മാതൃവൃക്ഷം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരാണ് പോയപ്പോഴാണ് ഒരു മാവ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. നമുക്ക് നിർത്തിയില്ല, ചെയ്യാൻ മാർഗ്ഗമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് വേറെയാണ്. അപ്പോൾ അവിടെ നിന്ന് സയോൺ ശേഖരിച്ച് കൊണ്ടുവന്ന് ചെയ്യുന്ന മെത്തേഡ് വേറെയാണ്. അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായി നമ്മുടെ ഭൂമിയിൽ തന്നെ നമുക്ക് തന്നെ മാതൃവൃക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് വിജയകരമായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കമ്പലതിനെ തിരിച്ച് വളച്ച് നമ്മളിതിനെ ഭൂമിയിലേക്ക് ലംബമായി നമ്മൾ വയ്ക്കുന്ന കാര്യം നമുക്കിത് തറയിൽ വെച്ചാണ് ഇത് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനും ചെടി അതിനനുസരിച്ച് അതിനെ വളച്ച് കൊണ്ടുവന്ന് ഭൂമിയിൽ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. ഇത് തട്ടിട്ടും ചെയ്യാം. അപ്പോൾ ചിലവ് കൂടുതലായതുകൊണ്ടാണ് തട്ടിലേക്ക് പോകാത്തത്. ഇത് തറയിൽ നിന്ന് നമ്മളൊരു ബെഞ്ച് പോലെ തട്ടെന്തെങ്കിലും ഇട്ട് പഴയ പാഴ്ത്തടികളൊക്കെ ഉപയോഗിച്ച് തട്ടിടുകയോ നെറ്റ് ഉപയോഗിച്ച് ഒരു പന്തൽ പോലെ ഇടുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചും ചെയ്യാം. ഇത് നമുക്ക് ഏറ്റവും എളുപ്പം തറയിൽ വെച്ച് ചെയ്യുന്നത്. മണ്ണിൽ വെച്ച് തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സപ്പോട്ടയിലും പ്ലാവിലും മാവിലും ഒക്കെ കൂടുതലും ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഈ മെത്തേഡിൽ ഈ ശിഖരങ്ങൾ മണ്ണിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ എന്തെങ്കിലും അത് വീണ്ടും തിരിച്ച് ഇളകി പോകാത്ത രീതിയിൽ ഒരു കുറ്റി ഉപയോഗിച്ച് കെട്ടി ബലപ്പെടുത്തും. അത് കഴിഞ്ഞ് വീണ്ടും അന്ന് തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യത്തില്ല. വീണ്ടും അതിനെ ഒന്ന് നോർമലിലേക്ക് ആവാൻ വേണ്ടി ചെടിയുടെ ഒരു സ്വാഭാവികതയിലേക്ക് വരാൻ വേണ്ടി വീണ്ടും ഒരു 1-2 ആഴ്ചയോ 2 ആഴ്ചയോ റെസ്റ്റ് കൊടുക്കും. ഇത് തറയിലേക്ക് വളച്ച് ഇതുപോലെ കെട്ടി വെച്ചതിന് ശേഷം റെസ്റ്റ് കൊടുക്കും. അപ്പോൾ ചെടി വീണ്ടും വളർച്ചയിലേക്ക് കിടക്കുന്ന ഘട്ടത്തിൽ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എടുത്ത് ഇതിനടുത്തേക്ക് കൊണ്ടുവന്നാണ് ഈ പെൻസിൽ തിക്നെസ് ഉള്ള ശിഖരങ്ങളെ തിരഞ്ഞെടുത്ത് അതിനനുയോജ്യമായ ശിഖരം രണ്ടിനും ഒരു സാമ്യമുള്ള ശിഖരങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതെല്ലാം അങ്ങനെ ചെയ്തു വെച്ചതാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് ചെയ്ത് വരികയാണ്. ഇതിപ്പോൾ നമുക്ക് ഈ മാതൃവൃക്ഷം നമുക്ക് എത്ര ഇത് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും? എത്ര വർഷം ഇത് ഒരു കുറേ കാലഘട്ടം ഇത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലും ബാധിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ രോഗങ്ങൾ എന്തെങ്കിലും പിടിപെടുകയോ ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ അത് ഒഴിവാക്കത്തുള്ളൂ. നമ്മൾ മാതൃവൃക്ഷമായിട്ട് നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കും. ഇപ്പോൾ സപ്പോർട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള വൃക്ഷമായിരിക്കണം? അല്ല മാവായാലും പ്ലാവായാലും എങ്ങനെയുള്ള വൃക്ഷമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഏറ്റവും പ്രധാനം നമ്മുടെ അതിൻ്റെ ഫലത്തിൻ്റെ ഗുണമേന്മ. ഫലം ഏറ്റവും നമ്മൾ ഉദ്ദേശിക്കുന്ന വെറൈറ്റി. ഇപ്പം നമ്മളിവിടെ കൂടുതലായിട്ടും ക്രിക്കറ്റ് ബോൾ, ഓവൽ ഈ ടൈപ്പിലുള്ള സപ്പോർട്ടുകളാണ് കൂടുതലും പഴയ കാലത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയ കുറേ വെറൈറ്റികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല. ഇപ്പോൾ പഴയ കാലത്ത് വലിപ്പമുള്ള മറ്റേ ഓവൽ ഷേപ്പ് ഉള്ളത്, മുട്ടയുടെ ഷേപ്പുള്ളത്, അതും രണ്ടും നമുക്ക് മാർക്കറ്റിൽ ഡിമാൻഡുള്ള സാധനമാണ്. പിന്നെ വേറെ പ്രത്യേകത സപ്പോർട്ട് നമ്മളെ കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ ഭംഗിയായിട്ട് വരുന്ന സാധനമാണ്. വേനലിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നല്ല രീതിയിലുള്ള ഒരു ചെടിയാണ് സപ്പോട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാരലിൽ ചെയ്യാം. സ്ഥലപരിമിതിയുള്ള ബാരലിൽ ചെയ്യാം, ഭംഗിയായിട്ട് ചെയ്യാം. ബാരലിൽ സ്ഥലപരിമിതി ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനം. കുറേ പ്രത്യേകത സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കൂടുതലും വശം ചേർത്ത് ഒട്ടിക്കലാണ്. ഇത് വശം ചേർത്ത് ഒട്ടിക്കൽ നമ്മുടെ ഗ്രാഫ്റ്റിങ്ങിൽ ഈ ചെയ്യുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതിൽ ആദ്യമേ പറഞ്ഞതുപോലെ സയോണ് റൂട്ട് സ്റ്റോക്കും ഒരേ വലിപ്പത്തിലുള്ളത് എടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഈ നമ്മുടെ ഇതിനകത്ത് ഇതൊരു സർജറി പോലെ പറയാം. ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഭാഗമല്ലേ നമ്മൾ ഈ മുറിവ് കൊടുക്കുന്ന ഭാഗം. ഈ മുറിവ് കൊടുക്കുന്ന ഭാഗത്ത് ഒരു കാരണവശാലും നമ്മൾ എന്തെങ്കിലും അഴുക്ക് പറ്റാനുള്ള സാഹചര്യം കൊടുക്കരുത്. തന്നെ ആണ് ഇവർ ഏകദേശം സാമ്യമുള്ള വലിപ്പത്തിലായിരിക്കണം ഒന്നാമത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് വലിപ്പത്തിൽ ഒരു മുറിവുകൾ ഉണ്ടാക്കാനായിട്ട് ആ മുറിവുകളിൽ ഒരു കാരണവശാലും നമ്മൾ വേറെ എന്തെങ്കിലും മാലിന്യങ്ങളോ അല്ലെങ്കിൽ അഴുക്കോ കൈ കൊണ്ടോ ഒന്നും സ്പർശിക്കാൻ പാടില്ല. അത് നീറ്റായിരിക്കണം. ആ 2 ഭാഗം നീറ്റായിരിക്കണം. അത് കഴിഞ്ഞ് ഇത് കെട്ടുന്നതും വളരെ ടൈറ്റ് ചെയ്ത് വളരെ ക്ലോസ് ആയിട്ട് തന്നെ കെട്ടി ഉറപ്പിക്കണം. ഗ്യാപ്പ് ചേർന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അത് എക്സ്പീരിയൻസ് കൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു ഷാർപ്പായിട്ടുള്ള കട്ടാണ്. ഒറ്റ ഫ്രീ ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോകാൻ പറ്റണം. അല്ലാതെ നമ്മളിങ്ങനെ അറച്ചറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. ഒരു സ്ഥിരം ചെയ്യുന്ന ഒരാൾ അങ്ങ് വളരെ സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റും. 2 സൈഡ് മാറ്റും. അത് അളന്ന് സ്കെയിൽ വെച്ചൊന്നും അളക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മളെല്ലാം ഒരു കാൽക്കുലേഷനാണ്. നമ്മുടെ ഒരു കൈവഴക്കം എന്ന് പറയില്ല, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെയാണ് അതിൽ പ്രധാനം. അത് കഴിഞ്ഞ് അത് ടൈറ്റായിട്ട് കെട്ടി ഉറപ്പിക്കുന്നത് തന്നെയാണ് അതിന്റെ വൈദഗ്ധ്യം എന്ന് പറയുന്നത്. ഈ കട്ട് കൊടുക്കുന്നത് കെട്ടി ഉറപ്പിക്കുന്നത് നമ്മൾ ഈ വൃക്ഷം ഇത് രണ്ടും നമ്മുടെ ഈ മാതൃവൃക്ഷത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ തൈയുടെയും
വലിപ്പം ഏകദേശം വലിപ്പം ഒരുപോലെ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു മരത്തിന് ഉദാഹരണത്തിന് ഒരു മാവ് അല്ലെങ്കിൽ ഈ സപ്പോർട്ടൊക്കെ ഇത് തന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി ചൂടിപ്പിക്കാൻ പറ്റും. അതൊക്കെ അത് നമുക്കൊരു മാതൃവൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മളൊരു തറയിലൊരു മരം നട്ട് വളർത്തി അതിൻ്റെ ഒരു ശിഖരം നല്ല രീതിയിൽ ശിഖരം വന്നതിന് ശേഷം എത്ര വെറൈറ്റി ഒട്ടിക്കാം എന്ന് ആലോചിച്ചതിന് ശേഷം എല്ലാം ഒരേ സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കാര്യം എന്ന് പറയുന്നത് ഇവർ ഈക്വലായിട്ട് വളരാനും എല്ലാത്തിനും അതാണ് നല്ലത്. ഇപ്പം നമ്മൾ ഒരു ഭാഗത്ത് നട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ആ സൈഡിലുള്ളത് കുറച്ചങ്ങ് വളരുകയും പുതിയൊരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും അതായിരിക്കും മുന്നിലുള്ളത്. ഇവരെ പിന്നീട് അവർ പുറന്തള്ളാനേ ശ്രമിക്കത്തുള്ളൂ ആ ചെടി. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വളർന്നു വരാനായിട്ട് നല്ലത് ഒരു മാതൃവൃക്ഷത്തിൽ ഒരേ ടൈമിൽ നമ്മൾ പല വെറൈറ്റികളുടെ സയോൺ ശേഖരിച്ച് ഒരേ ടൈമിൽ തന്നെ ചെയ്യുക. ഒരേ ടൈമിൽ ഇവിടെ നമുക്ക് പല ശിഖരങ്ങളിൽ നിന്നും പല വെറൈറ്റി കിട്ടും. ചെടി ഒന്ന് വിളവ് പലത്. ഇപ്പോൾ തന്നെ മാവിലാണെങ്കിൽ നീലവും അൽഫോൺസയും റുമാനിയും ഇതെല്ലാം നമുക്ക് ഒരു മരത്തിൽ തന്നെ കിട്ടും. പക്ഷെ ഒരുപാട് ആദായം കിട്ടത്തില്ല. നമുക്ക് അങ്ങനെ ഒരു മരത്തിൽ തന്നെ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അത് പല ഇതിലും ചെയ്യണുണ്ട്. ചെമ്പരത്തി പോലുള്ള ചെടികളിൽ പല കളർ ചെമ്പരത്തികൾ ഒരേ ചെമ്പരത്തിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മരങ്ങളിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഈ എന്തായാലും അത് മാതൃവൃക്ഷം എല്ലാത്തിനെയും ഒരുപോലെ സംരക്ഷിക്കില്ല. അപ്പം നമ്മളത് അതിനനുസരിച്ച് നമ്മളതിനെ പലതിനെയും ഓവറായിട്ട് ഗ്രോത്ത് ഉള്ളതിനെ പ്രൂൺ ചെയ്ത് ഒന്ന് ഇതാക്കി എല്ലാവരെയും ഒന്ന് തുല്യമായിട്ട് വളർത്തിയെടുക്കണം. നല്ല സൂക്ഷ്മമായ നിരീക്ഷണം വേണം. എല്ലാത്തിൻ്റെ നല്ലപോലെ വളരുകയാണോ, വളർച്ച കുറവുണ്ടോ, എല്ലാം ശ്രദ്ധിക്കണം. എന്ന് പറയാൻ എല്ലാവരെയും തുല്യമായി പരിപാലിച്ച് കൊണ്ടുപോകണം. അല്ല കുറച്ച് പേരെ അങ്ങ് ലാവിഷായിട്ട് വളരാനും വിട്ട് ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കാതെ ആയി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ആ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ മാത്രം വളർന്ന് പന്തലിച്ചു പോകും, മറ്റവരൊക്കെ പുറന്തള്ളി പോവുകയും ചെയ്യും. അപ്പോൾ സാറേ ഇതിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മൾ കിർണി എന്ന് പറഞ്ഞ സയോൺ സപ്പോർട്ട് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സയോൺ. ഇത് സയോൺ അല്ല, ഇത് റൂട്ട് സ്റ്റോക്കാണ്. ഇതാണ് ഭാവിയിൽ നമ്മൾ നടാൻ പോകുന്ന സപ്പോർട്ട് തൈയുടെ വേരുപടലം. വേരുപടലത്തെ സംഭാവന ചെയ്യുന്നത് ഈ കിർണിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഈ മേൽഭാഗം കട്ട് ചെയ്ത് വളരാൻ വിടുന്നത് സപ്പോർട്ടയും വേരുപടലം കിർണിയുടേതായിരിക്കും ഭാവിയിൽ. ഒരു കാരണവശാലും പിന്നീട് കിർണി നമ്മൾ വളർത്തത്തേ. അതിന് ഒറ്റ ജോലിയേ ഉള്ളൂ. ഇതിന് ആഹാരം എടുത്തു കൊടുക്കുക, വെള്ളം എടുത്തു കൊടുക്കുക, അതിനെ ഭൂമിയിൽ സംരക്ഷിക്കുക, കാറ്റിൽ നിന്നും മഴയിൽ നിന്നും. അതെ, വലിയ ജോലിയാണ് ഇതിന് ഇനിയുള്ളത്. ചെയ്തട്ടാ. അപ്പം നമുക്ക് ഏത് കമ്പാണ് നമുക്ക് ഉപയോഗിക്കുന്നത്? ഈ കമ്പല്ലയോ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ കമ്പല്ലയോ കയറിയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന കമ്പല്ലയോ? ഈ കമ്പോ. ഓക്കെ, അപ്പം ഇത് നമ്മൾ ആദ്യം ഇത് ചെയ്തത് പിന്നെ സാർ ഇതെല്ലാം ഇലയെല്ലാം ഒതുക്കുമോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് റൂട്ട് സ്റ്റോക്കും ഇത് സയോണുമാണ്. അപ്പോൾ സയോണെല്ലാം ഇലയെല്ലാം വൃത്തിയാക്കുമല്ലയോ? ഇതിൻ്റെ ഈ തളിര് ഭാഗം ഈ വരുന്നതിൻ്റെ അവിടെ വിട്ടാ ചെയ്യുന്നില്ലയോ? അപ്പോൾ ഇതെല്ലാം ഇലയെല്ലാം ഇതുപോലെ ഒതുക്കി വൃത്തിയാക്കി ഇവനെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നില്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞതാ. ഇങ്ങനെ വെച്ച് സെറ്റ് വെക്കുക. അത് ശരി. ചെത്തുമല്ലയോ? തൊലി ചെത്തി കളയുക. തൊലിയും തടിയോടെ ചേർത്തല്ലയോ? ഇപ്പം എന്നാണ് ഇതിൻ്റെ ഇതിൻ്റെ തൊലി ഇവിടെ ഇത് ചെത്തി കളഞ്ഞു. ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചേർത്ത് വയ്ക്കുമല്ലയോ വിനോദ് സാറേ? ഇനി ഇത് നമ്മൾ ചേർത്ത് ഫിറ്റ് ചെയ്യുക. അതെ. മുറിവുകൾ തുല്യ വലിപ്പത്തിലുള്ളതായിരിക്കണം. ഇനി വേറെ ഒന്നും വേണ്ട. ഇനി ഇല്ല, ഇവരെ ചേർത്ത് പ്ലാസ്റ്റിക് ചുറ്റി കെട്ടുക. അത് ശരി. ഇത് നമുക്ക് ഒരാളാണോ രണ്ടുപേർ ചേർന്നാണോ ചെയ്യുന്നത്? ചേട്ടാ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതല്ലേ? അത് ശരി. അത് വെള്ളം ഇറങ്ങിയ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അത് ശരി. നമ്മൾ ആദ്യകാലങ്ങളിൽ മെഴുക് മുക്കിയ തുണിയാണ് ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക് സുലഭമായി നമ്മൾ ഉപയോഗിക്കാതിരുന്ന കാലത്ത് മെഴുക് ഉരുക്കി അതിൽ തുണിയിൽ മുക്കിയതിന് ശേഷം ആ തുണിയാണ് ഈ വലിപ്പത്തിൽ കീറിയെടുത്തതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സൗകര്യം നോക്കിയിട്ടാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് എളുപ്പ വഴി നോക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത 1-2 ചെടികൾ കൂടെ കിട്ടുമ്പോൾ അവർക്കൊരു സപ്പോർട്ടായി. ഇതെല്ലാം ഇങ്ങനെ വെച്ചേക്കുന്നതാ. അടുത്തടുത്ത് കിട്ടുമ്പോൾ ഇവരെല്ലാം കൂടെ തമ്മിലൊരു സപ്പോർട്ടിൽ നിന്നോളൂ. ഒരെണ്ണം മാത്രം കെട്ടി വെച്ചാൽ ചിലപ്പോൾ പ്രശ്നമാവും. അങ്ങനെ ഒരു കുറ്റി അടിച്ച് കെട്ടേണ്ടി വരും. 45 ദിവസത്തോളം നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിങ്ങനെ തന്നെ സൂക്ഷിക്കും. 40 ദിവസം ഇങ്ങനെ സൂക്ഷിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് വേനലാണെങ്കിൽ കവറിൽ വെള്ളം ഒഴിക്കേണ്ടി വരും. ഈ റൂട്ട് സ്റ്റോക്കിനെ അന്ന് സംരക്ഷിച്ചേ പറ്റുള്ളൂ. മാതൃവൃക്ഷം സയോണിനെ സംരക്ഷിക്കും, പക്ഷേ റൂട്ട് സ്റ്റോക്കിനെ നമ്മൾ സംരക്ഷിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വെള്ളം ആവശ്യമുള്ള സമയത്ത് ജലസേചനം നടത്തി
ഈ 40 ദിവസം കഴിഞ്ഞ് ഇത് ഏകദേശം പുറത്തു നിന്ന് തന്നെ കാണാൻ പറ്റും. ഗ്രാഫ്റ്റ് ഏകദേശം അവർ തമ്മിൽ നല്ല യൂണിയൻ ആയി കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുമ്പോൾ ശരിക്കും ചേർന്ന് കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ ഫസ്റ്റ് കെട്ട് കൊടുക്കും. ഇവിടെ ചെറിയൊരു കട്ട് കൊടുക്കുമല്ലയോ? റൂട്ട് സ്റ്റോക്കിന് അവിടെ ചെറിയ കട്ട് കൊടുക്കും. ആ നിന്നെ നമ്മൾ കട്ട് ചെയ്യാനെ കൊണ്ട് സമയമായി, അതിന് സൂചന തരുവാ. ഇത് കഴിഞ്ഞ് വീണ്ടും ഒരു 15 ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിന് ശേഷമുള്ളതും കൂടെ ഒന്ന് കാണിക്കാം. ഇത് പൂർണ്ണമായും കട്ട് ചെയ്ത് കളയും. റൂട്ട് സ്റ്റോക്കിന്റെ മുകൾ ഭാഗം പൂർണ്ണമായും കട്ട് ചെയ്ത് മാറ്റും. മറ്റേ ചേർന്ന് റെഡി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ മാതൃവൃക്ഷത്തിന്റെ അതിനുള്ള ഇത് തൈ നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നമുക്ക് വീണ്ടും കുറച്ചുകൂടെ സംരക്ഷണമുള്ള ഒരു ഗ്രീൻ ഹൗസിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ഹൗസിലേക്ക് മാറ്റിയതിന് ശേഷം അവിടെ ഒരു 10 ദിവസം 15 ദിവസം നമ്മൾ ആ ചെടിയുടെ ആ ഒരു നിരീക്ഷണം നടത്തുന്നു. അത് കുഴപ്പമില്ല, പുറത്തേക്ക് വളരാൻ പ്രാപ്തയായി എന്ന് തോന്നി കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ എയറിലേക്ക് അങ്ങ് മാറ്റും. ഓപ്പൺ എയറിൽ വെച്ച് വെയിലും മഴയും പ്രകൃതിയിലെ സാഹചര്യങ്ങളുമായിട്ടെല്ലാം പൊരുത്തപ്പെട്ടു എന്ന് ഉറപ്പ് വരുമ്പോൾ വിൽപ്പന നടത്തും, അല്ലെങ്കിൽ ഫീൽഡിൽ നടും. ഇവിടെ നമ്മൾ തൈകളെ കൊടുക്കുന്നുണ്ടോ? പുറത്ത് കൊടുക്കുന്നുണ്ട്. എത്ര രൂപയ്ക്ക് ഒരു തൈക്ക്? 75 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. ഗവൺമെന്റ് ഫാമുകളിൽ ഒരു സർക്കാർ നിഷ്കർഷിക്കുന്ന ഒരു വെറും 75 രൂപയ്ക്കാണ്. പുറത്തൊക്കെ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നറിയോ? അപ്പോൾ ഇത് തൈകളൊക്കെ ആവശ്യമുള്ളവരെ ഉറപ്പായിട്ട് നമ്മൾ അഞ്ചൽ കോട്ടുകൽ കൃഷിഫാമിൽ വന്നാൽ ഇതിൻ്റെ തൈകളൊക്കെ വളരെ വില കുറച്ച് 75 രൂപയ്ക്ക് തൈ കിട്ടും. ഇതൊന്നുമല്ല, ഒരുപാട് തൈകൾ ഒരു വണ്ടി എടുത്ത് പോരുന്നത് മാത്രമല്ല, ഇവിടെ ഈ ഫാം ടൂറിസം എല്ലാം ഉണ്ട്. ഫാമിലി ആയിട്ട് വന്നാൽ ഫുള്ള് കാണാനുള്ള അടിപൊളി കൃഷിയെക്കുറിച്ചൊക്കെ അടുത്തറിയാൻ പറ്റുന്ന ഗംഭീരമായ ഒരു ഫാമാണ്. ഇതിന് എത്ര കിലോമീറ്റർ, എത്ര ഏക്കർ ഭൂമി? 350 ഏക്കറുള്ള ഫാമാണിത്. വെറും 350 ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന ഒരു ബെടാ ഫാമാണ്. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഫാമാണ്. 350 ഏക്കർ നമ്മുടെ കിളി പോകുക. അതെ. കുറച്ച് കൂടുതൽ ഭാഗം കശുമാവ് തോട്ടമാണ്. കശുമാവ് തോട്ടവും അത് കഴിഞ്ഞ് തെങ്ങിൻ തോപ്പുമാണ്. പിന്നെ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചക്ക, നമ്മുടെ സിന്ദൂർ, അതുപോലുള്ള സിന്ദൂർ ചാക്കുണ്ട്. സിന്ദൂർ ചാക്കിന്റെ ഒരു വിപുലമായ ഒരു തോട്ടമുണ്ട്. അത് ശരി.